എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണം ബാംഗ്ലൂരിലാണ്. ഞങ്ങൾക്ക് എന്താ പറയുക, നാട്ടിലോട്ട് പോകാൻ പറ്റിയില്ല. ആദ്യത്തെ ഓണമാണ് നാട്ടിലല്ലാതെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അല്ലാതെ ഞാൻ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിവേകിൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരുവോണത്തിന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അന്നേരം വിവേക് ദുബൈയിലായിരുന്നു. ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂരിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം സദ്യ ഓർഡർ ചെയ്ത് വരുത്തി. ആദ്യമായിട്ടാണ് നമ്മൾ സദ്യ ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കുന്നത്. അപ്പം നമ്മുടെ തലശ്ശേരി റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം, നമ്മൾ തലശ്ശേരിയിലെ ഊണാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്ത് ഫുഡ് കഴിച്ചാലും. അപ്പം സദ്യയും ഞങ്ങൾ അവിടെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സദ്യക്ക് 599 ആണ്. 2 സദ്യ ഞങ്ങൾ പാക്ക് ചെയ്തു. അപ്പം ഞങ്ങൾ പോയി എടുത്തു. ഡെലിവറി ചെയ്യും, പക്ഷെ ഞങ്ങൾ പോയി എടുത്തു. അതിൻ്റെ കൂടെ ഇലയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന്. 28 കൂട്ടം ഐറ്റംസ് ഉണ്ടെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. നല്ല വെൽ പാക്കിങ്ങിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാമല്ലോ അല്ലേ? ഒന്ന് എഴുന്നേറ്റുണ്ട്. ഇങ്ങനെയാണ് അവർ പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഉപ്പേരി, ശർക്കര വരട്ടി, മുളക് കൊണ്ടാട്ടം, ഇതൊരു ബോക്സിൽ. പിന്നത്തേത് പഴം. പിന്നെ അടുത്തത് അച്ചാർ പറയാമേ. ഇഞ്ചി, മാങ്ങ, നാരങ്ങ. അപ്പം 3 അച്ചാറായിട്ടുണ്ട്. അതും നല്ല പാക്കിങ്ങിലാണ്. പിന്നുള്ളത് നെക്സ്റ്റ് ബീട്രൂട്ട് പച്ചടി, ഇതാണ് ഒരു സെറ്റ്. പിന്നെ ഇത് നമ്മുടെ കൂട്ടുകറി, ഞങ്ങളുടെ അവിടെയൊക്കെ കൂട്ടുകറി എന്നാണ് പറയുന്നത്. ഈ പയറും മത്തങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു ഐറ്റം. പിന്നെന്താ അവിയലൊക്കെ ഇല്ലാണ്ട് പിന്നെ നമ്മൾ എങ്ങനെ സദ്യ കഴിക്കും? അതാണല്ലോ മെയിൻ. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. നെയ്യ് വരെ അവർ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പച്ചടി. പൈനാപ്പിൾ ആണോ പഴമാണോ അത് കഴിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. ഇതാണ് പച്ചടി. ബീട്രൂട്ട് പച്ചടിയുണ്ട്, 2 പച്ചടിയുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഇത് ഞാൻ ലാസ്റ്റ് ഒരു ഓർഡറിൽ തന്നെ കാണിക്കാം. തോരൻ, പപ്പടമൊക്കെ കയറാത്ത പാക്ക് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പയറിൻ്റെ തന്നെ വേറൊരു കറിയാണ്. ഇത് കണ്ടിട്ട് എനിക്ക് കൂട്ടുകറി തന്നെ പോലെ, പക്ഷെ വേറെ പേര് കാണും, എനിക്കതറിയത്തില്ല. പിന്നെ ഇത് കാളനാണോ ഓലനാണോ, ഇത് രണ്ടിലേതോ ഒന്നാണ്. ഞാൻ ആറന്മുളക്കാരിയാണ്, പക്ഷെ എന്നാലും എനിക്കിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. ടേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാമേ. കാളനോ ഓലനാണോ രണ്ടിലേതെങ്കിലും ഒന്നാണ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ കറി കഴിഞ്ഞു. ചോറ് നമ്മുടെ റെഡ് റൈസ് ആണ് ഇവർ നമുക്ക് തരുന്നത്. നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് 2 റൈസ് അവിടെ തരും. വിവേകൊക്കെ കഴിക്കുന്ന മറ്റേ ബിരിയാണിയുടെ ഒരു ചെറിയ റൈസ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ റെഡ് റൈസും ഉണ്ട്. നമുക്കിന്ന് ഊണിലൂടെ റെഡ് റൈസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് കറി പരിപ്പ്, പുളിശ്ശേരി, സാമ്പാർ, രസം, പച്ചമോര്. പിന്നെ ഇതും പച്ചടിയാണ് കേട്ടോ. ഞാൻ ആദ്യം പറയാൻ വേണ്ടി മറന്നുപോയി. പിന്നെ നമുക്ക് അവർ 2 കൂട്ടം പായസം തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 കൂട്ടം പായസവും ഉണ്ട് കേട്ടോ. പാലടയുണ്ട്, പിന്നെ അടപ്പായസം ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഉപ്പ്. പക്ഷെ ഉപ്പാണ് ആദ്യം പറയുന്നത് കേട്ടോ. ഞാൻ ഉപ്പ് ആദ്യം പറഞ്ഞില്ല, അതുകൊണ്ട് ഇത് ലാസ്റ്റ് ആയിരുന്നു കണ്ടത്, അതുകൊണ്ട് ലാസ്റ്റ്. അപ്പൊ നമുക്കിത് ഇത്ര ഇവർ പറഞ്ഞ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സിലാണ് ഇത് തന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ പോവാണ്ട് ആണ് തന്നത്. നമുക്കൊന്ന് എണ്ണി നോക്കാം. ഈ ഒരു 28 ഐറ്റംസ് ഉണ്ടോന്നെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14
15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. 25 ഐറ്റംസ് ആണ് ഈ പാക്കിനകത്തുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവര് 26, 27, 28 നമുക്ക് 3 എണ്ണമാണ് ഇല്ലാത്തത്. അതെനിക്ക് തോന്നുന്നു ഈ ഉപ്പേരി, ശർക്കര വരട്ടി, മുളക് കൊണ്ടാട്ടോ അവര് ഐറ്റമായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ കറക്റ്റ് ആണ്, 28 ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഒരു എന്താ പറഞ്ഞത്, നമ്മൾ ഓർഡർ ചെയ്ത് എന്ത് സദ്യയാണ്, ഓർഡർ സദ്യ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ ബാക്കി ഞാൻ കഴിക്കുമ്പോൾ കാണിച്ചുതരാം. ഓക്കെ, നമുക്ക് സദ്യ വിളമ്പാമേ. ആദ്യം തന്നെ നമുക്ക് ശർക്കര വരട്ടി, അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്, ഉപ്പേരി, മുളക് കൊണ്ട് കിട്ടുന്നുണ്ടോ? ബാക്കി വെക്കുന്നില്ലേ? നമുക്ക് ആവശ്യമുള്ള എടുത്താൽ പോരെ. ശാസ്ത്രീയമായ രീതിയിലാണ് നമ്മൾ സദ്യ വിളമ്പേണ്ടത്. ആറന്മുളക്കാരി നെക്സ്റ്റ് ഉപ്പ്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ കുറച്ചു നേരം പപ്പടം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി. അത് കുറച്ച് ചെറുതായിട്ടൊന്ന് പപ്പടം പൊടിഞ്ഞു പോയിട്ടുണ്ട്. പൊടിഞ്ഞു പോയിട്ടില്ല, എൻ്റെ അടുത്ത് പറഞ്ഞ് പൊടിഞ്ഞു, ഒട്ടും പൊടിഞ്ഞിട്ടില്ല. പപ്പടം. ഓ, നെക്സ്റ്റ് നമുക്ക് അവിയൽ. ശരിക്കും അവിയൽ ഇവിടെ ആട്ടോ വിളമ്പണ്ടേ, നടുക്കായിട്ട്. എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? നടുക്കായിട്ടാണ് വിളമ്പേണ്ടത്. പക്ഷെ എൻ്റെ സ്ഥാനം കുറച്ച് മാറിപ്പോയി. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ ആവശ്യമുള്ളത്ര എടുക്കുന്നുണ്ട്. അതിനു മുമ്പേ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം വിളമ്പില്ല, അച്ചാർ കൂട്ടാനെ വിളമ്പില്ല. അതെ, എനിക്ക് ഓർഡർ കുറച്ച് മാറിപ്പോയെ. അത് ഇവിടെ അല്ല വിളമ്പണ്ട, എനിക്കറിയാം. നാരങ്ങ, ഇഞ്ചി, പക്ഷേ ഈ ഭാഗത്ത് കേട്ടോ, ഇഞ്ചി, കൂട്ടുകറി, ഇത് കൂട്ടുകറി തന്നെ പോലത്തെ ഒരു സാധനം. അത് ഞാൻ ഫുൾ എടുത്തു കേട്ടോ. പിന്നെ ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പച്ചപ്പച്ചടി പിങ്ക് പച്ചടി. കൂട്ടുകറിയൊക്കെ കുറച്ച് ലൂസായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ കുറച്ച് എടുത്തോളൂ, ബാക്കി ചോറിനെ കഴിക്കാം. പിങ്ക് അല്ല, ബീട്രൂട്ട് പച്ചടി. എന്നെ കൂടെ തെറ്റിക്കോളാം, ബീട്രൂട്ട് പച്ചടി. ഓക്കെ, അപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ആളിരുന്നാലേ ചോറ് വിളമ്പാൻ പറ്റത്തുള്ളൂ. ഞാൻ അപ്പൊ വിവേക് ഇരുന്നിട്ട് ഞാൻ ചോറ് വിളമ്പാം. ഹായ്, പരിപ്പ്, നെയ്യ് ആയിക്കോട്ടെ. നെയ്യ്, പപ്പടം, ഹാപ്പി ഓണം. അരേ വാ.